ആയിട്ട് ഞാൻ ഇരിക്കുന്നു, മക്കളെ വരൂ എന്നെ കാണാൻ. പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ മത്സരിച്ചിട്ട് ജയിക്കുമ്പോൾ അല്ലേ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവുക. എല്ലാവർക്കും ഒരു മാറ്റം വേണം എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു മെസ്സേജ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത്. സോ ഐ എം വെരി ഹാപ്പി. നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്യണം അത് ചെയ്യണം എന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല. ഒരു മാറ്റം വേണമെന്ന് എവിടേക്കോ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. ഐ തിങ്ക് ദാറ്റ് ഇസ് വാട്ട്. ജഗദീഷ് ചേട്ടൻ ഞാൻ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, ശ്വേത നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പിൻവലിക്കും. മൂപ്പര് ബിക്കോസ് എനിക്കറിയാം ഹീ സപ്പോർട്ട്സ് വിമൻ. അവരുടെ എന്താ പറയുക എംപവർമെന്റിന് ഏറ്റവും ജാസ്തി സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പര് അത് എന്നെ പേഴ്സണലി ആയിട്ട് എല്ലാ ദിവസവും വിളിച്ചിട്ട് പറയാറുണ്ട്. അമ്മാ സംഘടനയിൽ നിന്ന് മുമ്പ് കുറച്ച് വനിതകൾ പുറത്തേക്ക് പോയത് അവരെന്ന് WCC അടക്കം മുന്നോട്ട് വെച്ച വിഷയങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു ചോദ്യമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ പുറത്തു പോയവർ തിരിച്ചു വരണമെന്നാണോ? എന്തായിരിക്കും ശ്വേതയുടെ ഒരു നിലപാട്? വെൽക്കം, ദേ ആർ മോസ്റ്റ് വെൽക്കം. സത്യം പറഞ്ഞാൽ സപ്പോസ് ദേ വോണ്ട് മീ ടു അവരെ പേഴ്സണലി പോയി കണ്ട് വിളിക്കണമെങ്കിൽ ഐ ആം റെഡി. വിവാദം അനാവശ്യമായിരുന്നില്ല, അത് ആരെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ട് തോന്നുന്നുണ്ടോ? പലരും ആ രീതിയിൽ പ്രതികരണങ്ങൾ വന്നിരുന്നല്ലോ. കേസ് കോടതിയിലാണ്, അത് അതിൻ്റെതായ രീതിയിൽ അറിയും. എന്തായാലും ഞാൻ പറയും ഉറപ്പായിട്ടും. അതും നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. ഓഫ് കോഴ്സ്, നോ ഡൗട്ട്.